ഹലോ സിസ്റ്റർ. യെസ് പറയൂ. ഇന്ന് പാർവതി വന്നില്ലേ? പാർവതിയോ? പാർവതി സിസ്റ്റർ ഇത്രയ്ക്ക് അങ്ങോട്ട് പേര് പറഞ്ഞു വിളിക്കാൻ താനാരാടോ? അല്ല സിസ്റ്റർ എന്ന് ഇവിടെ നിൽക്കാറ്. അപ്പൊ താനിവിടെ വരുന്ന സിസ്റ്ററെ കാണാനാണോ? ഏയ് അല്ല, ഇന്നെന്താ തൻ്റെ അസുഖം? നല്ല പനിയാ. അതുകൊണ്ടാണോ താൻ ഈ മഴയിൽ തന്നെ വന്ന്? ഈ മഴയത്തുള്ള പനി അത്ര നല്ലതല്ല. വിനയനൊരു ഇളിബ്യച്ചിരി പാസ്സായിക്കൊണ്ട് ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് ഡോക്ടറെ കാണാൻ കഴിയുന്നു. പക്ഷെ അവിടെയൊന്നും പാർവതിയെ കാണാനില്ലായിരുന്നു. ശേ, അവളെ കാണാൻ മാത്രമാണ് ഞാൻ ഈ മഴയത്ത് ഓടി വന്ന്. പനിയില്ലായിരുന്നിട്ടും വന്ന്. എന്നിട്ട് അവൾക്കിനൊരു സ്നേഹമില്ലെന്നാ തോന്നുന്നത്. വിനയൻ എന്നല്ലേ തൻ്റെ പേര്? അതെ. ഈ പേരല്ലയോ ഡോക്ടറെ കിടന്ന് കൂക്കി വിളിക്കുന്നത്? തൻ്റെ ചെവിയിലെന്താ കേൾക്കുന്നില്ലേ? ആണോ സിസ്റ്റർ? ഞാൻ ശ്രദ്ധിച്ചില്ല. ആഹാ, ഇന്നെന്താ അസുഖം തനിക്ക്? തനി ഹോസ്പിറ്റലിൽ പൂട്ടിക്കോ? ആട്ടെ, തനിക്കെന്താ ജോലി? അത് ഓട്ടോ ഡ്രൈവറാണ്. തൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അനുജത്തി. എന്നിട്ടാണോ താൻ പാർവതി വിടാതെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? തന്നെ പോലെ ഒരു ഏട്ടൻ പാർവതിക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ താൻ ശല്യം ചെയ്യായിരുന്നു ആ കുട്ടിയെ? അയ്യോ ഡോക്ടർ, ഞാനങ്ങനെ ഒരു ശല്യക്കാരനായിട്ട് അവൾക്ക് തോന്നുന്നെങ്കിൽ ഇനി ഞാൻ വരുന്നില്ല. ആ കുട്ടി എനിക്ക് ഇഷ്ടമാണ്. പാർവതിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി പാർവതിക്ക് തന്നെ ഇഷ്ടമായില്ലെങ്കിൽ താൻ അവളെ വിട്ടുപോകും? പോവും ഡോക്ടർ. പക്ഷേ ജീവിതത്തിൽ അവളല്ലാതെ മറ്റൊരു പെണ്ണെനിക്കുണ്ടാവില്ല. ഓ, അത്രക്കൊക്കെ വേണോ വിനയ? ഇത് ജീവിതാ. അത്രയ്ക്ക് അവളെ ഇഷ്ടമായതുകൊണ്ടാണ് ഡോക്ടർ ഞാൻ ഈ മഴ പോലും വകവെക്കാതെ അവളെ കാണാൻ ഓടി വന്നു. ഇനി എന്തായാലും വരില്ല. അല്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ എന്താ കാരണം? കാരണമുണ്ട് ഡോക്ടർ. ആ കാരണമാണ് ഞാനിപ്പോൾ തന്നോട് ചോദിച്ച്. അന്നൊരു ദിവസം നല്ല മഴയായിരുന്നു. എൻ്റെ അനുജത്തി സ്കൂൾ വിട്ട് വരികയായിരുന്നു. റോഡിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്ന കാരണം റോഡിലുള്ള കുണ്ടുകളും കുഴികളും കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് ഒരു കല്ലിൽ തട്ടി അവൾ മറിഞ്ഞു വീണ്. അപ്പോൾ നിന്ന ബസ്സിൽ നിന്ന് പാർവതി ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന് അവളെ എഴുന്നേൽപ്പിച്ചു. നല്ല മുറിവുണ്ടായിരുന്നു. പാർവതി ഉടനെ എൻ്റെ അനുജത്തിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വെച്ച് കിട്ടി എൻ്റെ വീട്ടിൽ കൊണ്ട് അവൾ ആക്കിയിട്ടാണ് പോയത്. പിന്നെ ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഇവിടെ വന്നപ്പോൾ മരുന്ന് വാങ്ങാൻ കൊണ്ടുവന്ന കാശ് തികയാതെ വന്നപ്പോൾ പാർവതിയുടെ കയ്യിൽ നിന്നും കാശ് കൊടുത്തിട്ടാണ് മരുന്ന് കൊടുത്ത്. അമ്മയും അനുജത്തിയും വാതോരാതെ പാർവതിയെക്കുറിച്ച് പറയുന്ന കേട്ടപ്പോൾ അവളെ കാണാനൊരാഗ്രഹമായി. അങ്ങനെ നേരെ ഇങ്ങോട്ട് തിരിച്ചു അല്ലയോ? ഏയ് അങ്ങനെയല്ല. ഞാനൊരു ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് പാർവതി കൈ കാണിച്ച് എൻ്റെ വണ്ടി കയറിയത്. ശരിയാണോടി അവൻ പറയുന്നൊക്കെ? അല്ലേ ചേച്ചി, ഞാൻ സഹായിച്ചു എന്ന് നേരാ. അയാൾ പറയുന്ന ആദ്യം എന്താണെന്ന് കേൾക്കട്ടെ. അപ്പം നിനക്കും ലഡുപൊട്ടിയോ? അയ്യടാ പെണ്ണിന് നാണം കണ്ടില്ലേ? വിനയൻ താൻ പാർവതിയെ കണ്ട വിവരങ്ങൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഡോക്ടറോട് വിശദീകരിക്കുകയാണ്. ഏയ് ഓട്ടോ ഒന്ന് നിന്നേ. വിനയൻ ഓട്ടോയുടെ കണ്ണാടിയും തുടച്ചു നോക്കി. നല്ല സുന്ദരിയായൊരു പെൺകുട്ടി. കുട്ടി എങ്ങോട്ടാ? ഞാൻ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. അതിന് കുട്ടിയെ കണ്ടിട്ട് അസുഖം തോന്നുന്നില്ലല്ലോ. ഏയ് ഞാനവിടുത്തെ നേഴ്സാണ്. പേര് പാർവതി. ആ പേര് കേട്ടപ്പോഴേ മനസ്സിലായി അമ്മയും അനിയത്തിയും പറയുന്ന ഇവളെ പറ്റിയാണെന്ന്. പിന്നെ ഓരോ രോഗത്തിൻ്റെ കാരണങ്ങളുണ്ടാക്കി ഞാനിവിടെ പാർവതിയെ കാണാൻ കൂടെ കൂടെ വരും. അതാണോ ഈ മഴയിൽ നനഞ്ഞ് പനിയാണെന്ന് പറഞ്ഞു വന്ന്? തൻ്റെ കാര്യം കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട് എനിക്ക്. പിന്നെ ഒരു കാര്യം ചെയ്യും, ഒന്ന് പുറത്തേക്കിരിക്കും, ഞാനിപ്പോൾ വരാം. അപ്പോൾ അവൾ ഇവിടെ ഉണ്ട്, എന്നെ കാണാതെ മറഞ്ഞു നിൽക്കുകയാണ് കള്ളി. പാർവതി എവിടെ സിസ്റ്റർ രമണി? ഇവിടെയുണ്ട് സാർ. എന്താ സാർ? പാർവതി എന്താ ഇവിടെ ഒന്ന് വിളിച്ചു നിൽക്കുന്നത്? പേഷ്യൻ്റ് വരുന്ന കാണുന്നില്ലേ? സോറി സാർ, ഞാനിപ്പോൾ പോവാം. പാർവതി ഒന്ന് നിന്നേ. തനിക്ക് വിനയനറിയോ? അറിയാം സാർ. എങ്ങനെ? അത് എൻ്റെ അമ്മ പുറത്തു പോകുമ്പോൾ അമ്മ ഇന്ന് വരുന്ന അയാളുടെ ഓട്ടോയിലാണ്. കാശ് വാങ്ങാറില്ല. ഓഹോ, അപ്പോൾ ഈ കഥയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു. ആ ബാക്കി പറയും. വീട്ടിലെപ്പോഴും ഇയാളെക്കുറിച്ച് വാതോരാ പറയും. അങ്ങനെ അമ്മയോട് വഴി വെച്ച് വീട് കണ്ട് വീട്ടിലുള്ളവരെയും കണ്ട് ഇഷ്ടമായി. അങ്ങനെ അവരെയൊക്കെ കണ്ടപ്പോൾ തിരിച്ച് സഹായിച്ചു. അത്രയേ ഉള്ളൂ സാർ, വേറൊന്നുമില്ല. പാർവതിക്ക് ഇഷ്ടമാണോ വിനയനെ? എന്തായാലും പറയൂ. ഇഷ്ടമാണ്. അപ്പോൾ വീട്ടുകാരോട് ചോദിക്കണ്ടേ? അവർക്ക് ഇഷ്ടമാണ്. പാർവതി പോയിക്കോളൂ. ശരി സാർ. അവൾ പോവാൻ തിരിഞ്ഞതും മുന്നിൽ വിനയൻ. അവളും തലകുനിച്ച് മുന്നോട്ട് നടന്നു. വിനയൻ മേലെ അവളുടെ അടുത്ത് നിന്ന് കാതിൽ മന്ത്രിച്ചു. പേരും കള്ളി. എന്നെ മുന്നേ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണോടി എന്നോട് ഇത്രയ്ക്കും ഹുങ്ക അടിച്ച് നടന്ന്? നിനക്കാൻ വെച്ചിട്ടുണ്ടടി പട്ടി. വിനയനിങ് വന്നേ. ഇനി ഹോസ്പിറ്റലിൽ തന്നെ കണ്ടുപോയേക്കരുത്. വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നൊരു ഹോസ്പിറ്റലാണിത്. നീ കാണാതെ ഇല്ലാതാക്കരുത്. പാർവതിയുടെ വീട്ടുകാർക്കൊക്കെ സമ്മതമാണ്. അവിടെ പോയി വേണ്ട ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വിവാഹം ഉറപ്പിച്ച് സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചോളൂ. ശരി ഡോക്ടർ, വളരെ നന്ദിയുണ്ട്. നന്ദി വേണ്ടടോ, ഒരു കിലോ ചോറ് തന്നാൽ മതി. അന്ന് തോരാത്ത മഴയായതുകൊണ്ട് വിനയൻ പാർവതി ഇറങ്ങുന്നവരെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നു. സമയം 5 ആയി, 6 ആയി, 7 മണിയായപ്പോൾ മഴയ്ക്കൊരു ശമനം വന്നു. പാർവതി ഹോസ്പിറ്റലിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങിയതും മുന്നിൽ വിനയൻ വണ്ടിയുമായി നിൽക്കുന്നു. ഓട്ടോയല്ല, ബൈക്കാണ്. എന്താണ് മിഴിച്ച് നിൽക്കുന്നത്? കയറടി. അത് പിന്നെ? ഏത് പിന്നെ? കയറടി കാന്താരി. അവൾ വണ്ടിയിൽ കയറിയതും ചീറിപ്പാഞ്ഞു പോയി. വിനയൻ പകുതിക്കെത്തിയതും കാറ്റോടുകൂടി ശക്തമായ മഴ. പാർവതി നന്നായി പേടിച്ച് വിനയനെ മുറുകെ കെട്ടിപ്പിടിച്ചു.
സന്തോഷം അടക്കാൻ കഴിയാതെ വിനയന് അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു പ്രണയ മഴയായിരുന്നു അന്നത്തെ ദിവസം.